പെരുന്നാളിൻ്റെ തലേ ദിവസം തന്നെ നാളേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും സെറ്റാക്കി വെക്കലുണ്ട് കേട്ടോ. നോമ്പുള്ളത് കൊണ്ട് തന്നെ രാവിലത്തെ പണികൾ വേഗം കഴിഞ്ഞിട്ട് മോള് കയറി ജസ്റ്റ് ഒന്ന് അടിച്ച് തുടക്കണം, നാളെ പെരുന്നാളല്ലേ. അതുകൊണ്ട് അപ്പോൾ മോള് കയറിയതിന് ശേഷം കുറച്ച് നേരം പുസ്തകം വായിച്ചിരുന്ന് പിന്നെ ഫോണും കണ്ടിട്ട് 1-2 മണിക്കൂർ അങ്ങനെ കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്ന പരിപാടി ഓർമ്മ വന്ന് നോക്കി നോക്കുമ്പോൾ അതിലേക്ക് നിന്ന് ആദ്യം തന്നെ കുറച്ച് ബദാമും 4-5 ഉണക്കമുന്തിരിയും പാടെ വെള്ളത്തിൽ കുതിരായിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്നിട്ട് കഴിക്കാലോചിച്ചിട്ട് കുതിരാൻ വേണ്ടി വെച്ചു. അതിനുശേഷം പിന്നെ ഇന്നലെ കടയിൽ പോയിട്ട് മേടിച്ച് വന്നിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഈ മിററിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കബോർഡ് തുറന്നിട്ട് അതും അങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ മടി കുറച്ചധികം കൂടുതലായതുകൊണ്ട് തന്നെ മുകളിൽ വന്നിട്ട് രാത്രിയിൽ വെള്ളം എടുക്കാനുള്ള ജഗ് എടുക്കാനുള്ള മടിക്ക് താഴത്തുനിന്ന് ഒരു കപ്പ് എടുത്തിട്ട് അതിലാണ് ഇപ്പോൾ വെള്ളം കൊണ്ടുവരൽ. പിന്നെ ഇട്ടിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരുമ്പിയതൊക്കെ മാറ്റി വെച്ച് പിന്നെ ഇതിൻ്റെ ബാറ്ററി കഴിഞ്ഞിട്ട് കുറച്ചയക്കണ്, ആ ബാറ്ററിയും കൂടി ഇട്ടു കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുളിയും കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് പോയപ്പോൾ വെല്ലിമ നട്ട് വളർത്തിയ തണ്ണിമത്തൻ്റെ വള്ളിമേ ഒരു ചെറിയൊരു തണ്ണിമത്തൻ ഉണ്ടായിട്ടുണ്ട്. ഇനി അതുമ്പോൾ നിന്നാൽ ചീയുമെന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിച്ചിട്ട് നോക്കിയിട്ടോ. സംഭവം അത് അത്യാവശ്യം നല്ല നിറം വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. മധുരം ഉണ്ടായിരുന്നേ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്യാമ്പ് ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം അടിച്ചൊരു തുടക്കലും കൂടി എൻ്റെ കഴിച്ച് വെച്ച് അങ്ങനെ ആകുമ്പോൾ നാളത്തെ പണികൾ കുറച്ചെങ്കിലും കുറയിച്ചിട്ട് അടിക്കൽ ഞാൻ ചെയ്ത് താത്ത തുടക്കുകയും ചെയ്തിട്ടോ. പിന്നെ നാളേക്ക് വേണ്ടിയിട്ട് ഒരു കസ്റ്റാർഡ് സേമിയ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നാളേക്കലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റത്തിലേക്കുള്ള വെജിറ്റബിൾസും കൂടി കട്ട് ചെയ്തു. പിന്നെ ഞാൻ മോള് കയറിയതിന് ശേഷം കുതിർത്തിട്ടുണ്ടായിരുന്ന ആ ഐറ്റം കുടിച്ചിട്ട് പിന്നെ നോ സ്ട്രിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി മൂക്ക് മുട്ടിച്ച് പിന്നെ മൈലാഞ്ചിടലും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാം. ബൈ.